മാതാപിതാക്കളുടെ കണ്ണും എത്തണം ഓരോ കുട്ടികളുടെ അടുക്കലും. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ മക്കൾ അവരൊക്കെ ഇപ്പോൾ കൊച്ചു കുട്ടികളല്ല, അവരൊക്കെ പേരൻസായി കഴിഞ്ഞവരാണ്. പക്ഷേ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാനും ഹസ്ബൻഡും കോളേജ് അധ്യാപകരാണ്. ഞങ്ങൾക്ക് അവരുടെ പുറകെ പോയി അവരെ നോക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും മക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അവരെയും കൂടി വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കും. വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, ബിരിയാണി തൊട്ടുള്ള വിഭവങ്ങൾ മേശ നിറയ്ക്കും. എന്നിട്ട് അവരോട് ഇഷ്ടം പോലെ കഴിച്ചോളാൻ പറഞ്ഞ് അവരെ മേശയ്ക്ക് ചുറ്റും ഇരുത്തിയിട്ട് ഞങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട്. പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഈ കുട്ടികളുടെ കോൺവെർസേഷനിലായിരിക്കും. അതായത് അവർ സംസാരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, അവരുടെ സംസാരത്തിനകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കാത്ത, അവരുടെ പ്രായത്തിന് ഉതകാത്ത എന്തെങ്കിലും കാര്യങ്ങളുടെ അവരുടെ ചർച്ചാ വിഷയമാകുന്നുണ്ടോ എന്നറിയലാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ അങ്ങനെ എല്ലാ മാതാപിതാക്കളും വിളിച്ച് കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ മാതാപിതാക്കൾക്കും അവനവൻ്റെ കുട്ടികളെ പറ്റി ഒരു ശ്രദ്ധ വേണം. അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവരുടെ സംസാര രീതി ഏതൊക്കെയാണ്, അതിൽ നിന്നൊക്കെ നമുക്കറിയാം നമ്മുടെ കുട്ടി വഴി തെറ്റിപ്പോകുന്നുണ്ടോ. അതിൻ്റെ ക്ലൂസൊക്കെ നമുക്ക് അവരുടെ സംഭാഷണത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ വളരെ കൃത്യം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു രഹസ്യവും കൂടി പറയട്ടെ. അത് പറയണത്ര നല്ലതല്ല. അപ്പോൾ ഏത് സ്കൂളാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഇവിടെ, അതുകൊണ്ടത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു കുട്ടി, എൻ്റെ മകൻ്റെ ഒരു സുഹൃത്ത്, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഒരു ക്ലാസ്സിലെ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഒരു ആൺകുട്ടി ചോദിക്കുക, ആ ബ്ലൗസ് ഇടാത്ത ടീച്ചറാണോ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, വലിയ ആകാംക്ഷയായി. എന്താ ആ കുട്ടി പറഞ്ഞത്, ബ്ലൗസ് ഇടാത്ത ടീച്ചറോ എന്ന് വിചാരിച്ച്. പിന്നെ ആ പെൺകുട്ടിയെ മാത്രം സൗകര്യമായി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത്? അപ്പോൾ എന്നോട് ആ ആൺകുട്ടി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മോനോട് പോലും ചോദിച്ചില്ല. ഈ ബ്ലൗസ് ഇടാത്ത ടീച്ചർ എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് മകൻ്റെ അടുത്ത് പറയാൻ പോലും ചമ്മലായിരുന്നു എനിക്ക്. അത് കാരണം അങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ആൻറ്റി അത് ആ ടീച്ചർ വളരെ ലോ നെക്ക് ബ്ലൗസ്, അതായത് ബ്ലൗസിൻ്റെ പുറം താഴേക്ക് വെട്ടി ഇറക്കി വളരെ ചെറുതായിട്ട് ഒരു സ്കെയിലിൻ്റെ അത്ര മാത്രമേ ആ ബ്ലൗസിൻ്റെ പുറം കാണൂ. അങ്ങനെ ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് അവർ ക്ലാസ്സിൽ വരുന്നത്. അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാരും എന്താ അത് ടീച്ചറോട് പറയാത്തത്? പെൺകുട്ടികൾക്ക് ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് പറയാൻ പാടില്ലേ, ടീച്ചറെ ഇങ്ങനത്തെ ബ്ലൗസ് ഇട്ട് ക്ലാസ്സിൽ വരല്ലേ, ബോയ്സിനൊക്കെ ദേഷ്യമാണെന്ന് പറയാത്ത എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ ഞങ്ങൾക്ക് പേടിയാ എന്ന് പറഞ്ഞു ആ കുട്ടി. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഓർമ്മിക്കുക, കുട്ടികൾക്ക് കൊടുക്കേണ്ട നല്ല ഉപദേശത്തിൽ ഒന്ന്, ഇതുപോലെ ടീച്ചർമാരാകാൻ പാടില്ല. മാന്യമായി വസ്ത്രം ധരിച്ചു വേണം വനിതാ അധ്യാപികമാർ ക്ലാസ്സിലെത്താൻ. അത് ഈ തുഫാൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമല്ല. ഇത് മാത്രമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതിന് ഞാനൊരു എക്സാമ്പിളും കൂടി ഞാനിവിടെ പറയാം. അതിനകത്തൊന്നും അപാകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ജെൻസി പെൺകുട്ടികൾ ഒരുപക്ഷെ എന്നെ വഴക്ക് പറയുമായും, എനിക്കതിൽ കുഴപ്പമില്ല. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ സീനിയറായിട്ടുള്ള ഒരു ടീച്ചർ ഏത് വകുപ്പിലെ ടീച്ചർ എന്ന് ഞാൻ പറയുന്നില്ല, അവർ സുന്ദരിയാണ്. ആ ടീച്ചർ അതായത് രാജസ്ഥാൻ കോട്ടൺ സാരികൾക്കൊരു പ്രത്യേകതയുണ്ട്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ആ സാരികളിൽ ഡിസൈനൊക്കെ തയ്ച്ച് ചെയ്ത സാരികൾ, നല്ല മനോഹരമായ സാരികൾ. അവരും സുന്ദരിയാണ്. ആ സാരി അവരുടുത്തു വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഇത് അന്ന് ബോയ്സ് മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി കോളേജിൽ, MSc ക്ലാസ്സിൽ പോലും. MSc ക്ലാസ്സിൽ ഗേൾസും ഉണ്ട്, എന്നാലും ബോയ്സാണ് കൂടുതൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ടീച്ചറെ ഇതുപോലത്തെ സാരി മറ്റ് ക്ലാസ്സുകളിലൊന്നും MSc ക്ലാസ്സുകളിൽ മാത്രമേ ഏതാനും ഗേൾസ് കാണൂ, ബാക്കി എല്ലായിടത്തും ബോയ്സ് മാത്രമേ ഉള്ളൂ. ഇത്തരം ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരി ഒന്നും ഉടുത്തു വരുന്നത് ശരിയല്ല ടീച്ചറെ എന്ന് എന്നേക്കാൾ സീനിയറായ ടീച്ചറോട് ഞാൻ പറയേണ്ടി വന്നിട്ടുണ്ട്. അവർ പിന്നീട് ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രിൻസിപ്പലുമായിട്ടാണ് റിട്ടയർ ചെയ്തത്. അത് പോകട്ടെ. ഇതെന്നെ പറയാൻ പ്രേരിപ്പിച്ചതിന് ഒരു കാരണമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ബ്ലൗസ് ഇല്ലാത്ത ടീച്ചർ എന്ന് പറഞ്ഞതുപോലെ വേറൊരു കാരണമുണ്ടായിരുന്നു.
എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു എന്നേക്കാൾ സീനിയറായിട്ടുള്ള ഒരു അധ്യാപകൻ, നല്ല മിടുക്കനായ അധ്യാപകനായിരുന്നു. ഞാനും എൻ്റെ സംശയങ്ങളൊക്കെ അദ്ദേഹത്തോട് അന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിൽ ചോദിക്കുമായിരുന്നു, ഞാൻ കോളേജ് സർവീസിലെത്തിയ കാലത്ത്. ആ അധ്യാപകൻ ഒരിക്കൽ പറഞ്ഞ ഒരു കഥ ഞാൻ ഓർമ്മിക്കുകയാണ്. അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ ആ അധ്യാപകൻ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു രാജകുടുംബത്തിലെ ടീച്ചറുണ്ടായിരുന്നു. അവർ ഓക്സ്ഫോർഡിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നവരാണ്, അതിസുന്ദരിയാണ്. അപ്പോൾ അവർ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൻ്റെ ചുറ്റും നിറച്ച് കുട്ടികളാണ്. ഈ കുട്ടികളൊക്കെ ആ ക്ലാസ്സിലെ കുട്ടികളല്ല, മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികളും ഇവർ ക്ലാസ് എടുക്കുന്നിടത്തേക്ക് വരും. എന്താണ് അങ്ങനെ വരാൻ കാരണം ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് അവരുടെ സർപ്പസൗന്ദര്യം ആസ്വദിക്കാൻ. നിങ്ങൾക്കറിയാമല്ലോ, സർപ്പസൗന്ദര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ എന്താ പറയുക സൗന്ദര്യം, അതിനെയാണ് സർപ്പസൗന്ദര്യം, സെർപ്പൻറ്റൈൻ ബ്യൂട്ടി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ ബ്യൂട്ടി ഞാനതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അവർ നല്ല സുന്ദരിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ സൗന്ദര്യം ആസ്വദിക്കാനാണ് കുട്ടികളെല്ലാം, ഞങ്ങളെല്ലാം അവർ പറയണതൊന്നും അവർ പറഞ്ഞാൽ അത്ര മനസ്സിലാവുകയൊന്നുമില്ലായിരുന്നു. അവർ പറയണതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ അവരുടെ അംഗവിക്ഷേപങ്ങളും ഒക്കെ കണ്ട്, നോട്ടവും ഒക്കെ കണ്ട്, ചിരിയും ഒക്കെ കണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു എന്ന് ഒരു സീനിയർ അധ്യാപകൻ പറഞ്ഞത് ഇന്നും എൻ്റെ സ്മരണയിൽ കിടക്കുകയാണ്. ഇത് വെച്ചാണ് ഞാനന്ന് ആ ടീച്ചറിനോട് പറഞ്ഞത്, എൻ്റെ മകൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെ ആ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയോട് ബ്ലൗസ് ഇടാത്ത ടീച്ചറോ എന്ന് ചോദിച്ച ആ ഒറ്റ എന്നെ പെട്ടെന്ന് എത്തിച്ചത് ആ പണ്ടത്തെ യൂണിവേഴ്സിറ്റി കോളേജിനെ പറ്റി പറഞ്ഞ കഥയിലേക്കാണ്. അപ്പോൾ ഇതിവിടെ ഈ ലഹരിയുടെ കൂടെ പറയേണ്ട ഒരു കഥയല്ല. പക്ഷേ യാദൃച്ഛികമായിട്ട് കുട്ടികളെ വീക്ഷിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളും കണ്ടെത്തും. എന്നിട്ട് PTA മീറ്റിങ്ങിന് പോയപ്പോൾ ആ ടീച്ചറോട് ഞാൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ കുട്ടികളിൽ നിന്ന് ആക്ഷേപം വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി വേണം ധരിക്കാനെന്ന്. അങ്ങനെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ എന്തുമാത്രം കുട്ടികൾക്കാണെന്നറിയാമോ അവരെ പറ്റിയുള്ള മോശം അഭിപ്രായം മാറി അവരൊരു നല്ല ടീച്ചറായിട്ട് മാറുന്നത്. അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, അവരെ അറ്റൻഡ് ചെയ്യാതെ. അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിളുകൾ പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തരത്തിൽ കുട്ടികളെ വാച്ച് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ ലഹരിക്ക് അടിപ്പെട്ട് പോകാതിരിക്കാൻ അവരുടെ സുഹൃത്തുക്കൾ ആരാണ്, അവരാരൊക്കെയായിട്ട് സമ്പർക്കം പുലർത്തുന്നു, അതുപോലെ വളരെ പ്രധാനമായിട്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ പിന്നെ ആഭ്യന്തരമന്ത്രിയോടും വിജിലൻസ് മന്ത്രിയോടും ഒക്കെ പറയാനുള്ളൊരു കാര്യം, കേരളത്തിൽ എന്തുകൊണ്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവരാനോ അങ്ങനെ ഉപയോഗിക്കാനോ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നിരിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ അത്തരമൊരു നിയമം കൊണ്ടുവരുന്നില്ല? അവരൊക്കെ ഈ പറയപ്പെട്ട രാസലഹരിക്കാരെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും അത് വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഇത്തരം ഈ മൊബൈൽ ബന്ധങ്ങൾ വഴിയായിട്ടാണ് അവരെ ഇതിലേക്ക് നയിക്കുന്നത്. ഈ മൊബൈലിലെ ഡാർക്ക് വെബ്സൈറ്റും ഒക്കെയാണ് അവരെ ഇതിലേക്കൊക്കെ ആകർഷിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ അവസരം കൊടുക്കാതെ ഒരു 15 വയസ്സ് വരെയെങ്കിലും അവരെ അതിൽ നിന്നൊന്ന് മാറ്റി നിർത്തിക്കൂടെ എന്നും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ ചോദിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ക്യാച്ച് ദം യങ് എന്ന ആ ഭാഷ്യമാണ് ലഹരി മാഫിയ ഉപയോഗിക്കുന്നത്. അതാണ് ഈ 10നും 15നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ ഇതിലേക്ക് അവർ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ കൃത്യമായി നമ്മുടെ കുട്ടികളെ മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ലഹരി മാഫിയ ഇല്ലാതാകത്തക്ക രീതിയിൽ, അതായത് സാധാരണ രീതിയിൽ ലഹരി മാഫിയയെ പറ്റി എന്തെങ്കിലും വിവരം കൊടുക്കുന്നവരുടെ ജീവനും ഒക്കെ ഭീഷണിയുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഡാൻസ് ഓഫ് ഉണ്ട്, അതായത് വിജിലൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇതേപ്പറ്റി കേട്ടാൽ കൃത്യമായ അറിവ് ഈ പറയപ്പെട്ട വിജിലൻസിനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ കൈമാറുക. അവരുടെ ഈ പ്രക്രിയയിൽ അവരെ 101% ആത്മാർത്ഥതയോടുകൂടി സമൂഹം സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ തൂഫാൻ ഒരു വലിയ കൊടുങ്കാറ്റായി നമ്മുടെ സംസ്ഥാനത്തെ ലഹരി മാത്രമല്ല അടിച്ചു പറത്തി കൊണ്ടുപോകുന്നത്, അയൽ സംസ്ഥാനങ്ങളിലെ ലഹരി പോലും അടിച്ച് പറത്തി കൊണ്ടുപോകും.
അങ്ങനെ നമ്മുടെ യുവതയും കുട്ടികളും ലഹരി മാഫിയയ്ക്ക് അടിപ്പെടാതെ വളർന്നു വരും.